ചോദ്യപേപ്പർ ചോർച്ച അതൊരു നിസ്സാര കാര്യമല്ല. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുക സ്വാഭാവികം. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ സേന സമീപിച്ചത് തീവ്രവാദികളോടെന്ന പോലെയാണ്. ഇതിന് അനുമതി നൽകിയത് മോദിയോ അമിത്ഷായോ എന്ന് ഈ നാടിനറിയണം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരരംഗത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെ ബീഹാറിലെ സിവാനിൽ AK-47 ആണ് ഉപയോഗിച്ചത്. ഡൽഹിയിൽ CJP നടത്തിയ പാർലമെന്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സാണ്. ജൂലൈ 20 നടന്ന പ്രതിഷേധത്തിനിടയിൽ കൊണാട്ട് പ്ലേസിലുണ്ടായ സംഘർഷത്തിനിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് 7 തവണ വെടിയുതിർത്തതായും 5 തവണ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരുടെ ശരീരത്തിൽ ഉണ്ടകൾ തറച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായതായാണ് റിപ്പോർട്ട്. ഈ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ നാടിനോട് സത്യം പറയാൻ ബാധ്യസ്ഥരാണ്. എന്തിനാണ് വിദ്യാർത്ഥികൾക്കു നേരെ ഈ സമീപനം സ്വീകരിച്ചത്? ആരാണ് ഈ സേനക്ക് അമിതാധികാരം നൽകിയത്? ആഭ്യന്തരം കൈയാളുന്ന അമിത്ഷാ ഇക്കാര്യത്തിൽ വാ തുറന്നേ മതിയാകും. പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തെ വിമർശിച്ച് സുപ്രീം കോടതി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ലെന്നും നിയമം ഉറപ്പു നൽകുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ സംഘർഷങ്ങളിലും പോലീസിന്റെ അതിക്രമങ്ങളിലും സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്വേഷണത്തിനായി വിരമിച്ച ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കുമെന്ന സൂചനയും കോടതി നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടി കൂടി പരിഗണിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ള കുറ്റകൃത്യ പശ്ചാത്തലമില്ലാത്ത എല്ലാ കുട്ടികളെയും ഉടനടി മോചിപ്പിക്കാൻ സുപ്രീം കോടതി വിവിധ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവ് നൽകി. കേസിനി ഓഗസ്റ്റ് 3 കോടതി പരിഗണിക്കും. സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: സമരം നടക്കുമ്പോഴുള്ള CCTV ഡ്രോൺ ദൃശ്യങ്ങൾ, ബോഡി ക്യാമറ ദൃശ്യങ്ങൾ, പോലീസിന്റെ വയർലെസ് ആശയവിനിമയ റെക്കോർഡുകൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കണം. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങളോ ഡിജിറ്റൽ ഡാറ്റയോ യാതൊരു കാരണവശാലും പൊതുമധ്യത്തിൽ പ്രസിദ്ധീകരിക്കാനോ പങ്കുവെക്കാനോ പാടില്ല. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കടുത്തതോ പ്രതികാരപരമോ ആയ നടപടികൾ പാടില്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖത്തേറ്റടിയാണ്. സംഘപരിവാർ ബുദ്ധിയിൽ വിദ്യാർത്ഥികളെ കണ്ട ഭരണാധികാരികൾ തന്നെയാണ് ഈ നാടിൻ്റെ പ്രതിക്കൂട്ടിലുള്ളത്.